السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? കേവലം പാഠപുസ്തകങ്ങളിലെ അറിവ് നേടൽ എന്നതിലുപരി ഒരു വ്യക്തിയെ സമൂഹത്തിൽ സ്വന്തമായ ഒരിടം കണ്ടെത്താനും വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനും സഹായിക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന ലളിതമായി പറയാം. നല്ലൊരു മനുഷ്യരായി തീരുക എന്നതോടൊപ്പം മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് വിദ്യാർത്ഥിയുടെ പരമമായ ലക്ഷ്യം. സാങ്കേതിക വിദ്യയുടെ 5ാം തലമുറ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസവും ശാസ്ത്രവും ടെക്നോളജിയും ലോകത്ത് അനുസൂത്യം കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നു. വിരൽത്തുമ്പിൽ വിദ്യയുടെ മഹാലോകം വികസിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തു നിന്നാണ് വിദ്യാർത്ഥി നിലപാടുകളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച് സംവദിക്കുന്നത്. കണ്ണാടി ചില്ലുകളെ ജനലുകളാക്കി മാറ്റുന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ താല്പര്യമെന്ന് പറഞ്ഞത് സിഡ്നി ജെ ഹാരിസ് ആണ്. അറിവിൻ്റെ വേര് കയ്പുള്ളതാണെങ്കിലും അതിൻ്റെ ഫലം മധുരമുള്ളതാണെന്ന് അരിസ്റ്റോട്ടിൽ നിരീക്ഷിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ ക്ലാസ് മുറിക്ക് പുറത്തിറങ്ങി പരിസ്ഥിതിക്ക് വേണ്ടി ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന ക്യാമ്പയിൻ ആചരിച്ച സ്വീഡനിലെ ഗ്രാറ്റ ടൂൺബർഗിനെ നമ്മൾ മറന്നു കാണില്ല. ലോക നേതാക്കൾ നിറഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ തലമുറകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒച്ചവെച്ച ആ പെൺകുട്ടി നിലപാടുള്ള വിദ്യാർത്ഥിത്വത്തിൻ്റെ ശബ്ദമായി മാറി. അറിവിനോടൊപ്പം തിരിച്ചറിവ് കൂടി നേടുമ്പോഴാണ് പൂർണ്ണമായ ഒരു വിദ്യാർത്ഥിയാകുന്നത്. നിരന്തരമായി വിജ്ഞാനം നേടുക എന്നതാണ് വിദ്യാർത്ഥിയുടെ പ്രഥമമായ ലക്ഷ്യം. ഭൗതിക വിജ്ഞാനങ്ങൾക്കുപരി ആത്മീയ വിദ്യ കൂടി സ്വായത്തമാക്കണം. തൻ്റെ ചുറ്റുപാടുമുള്ള വേദനിക്കുന്ന മനുഷ്യരുടെ ശബ്ദമാവുക, ക്ലാസ് മുറിയിൽ കരയുന്ന തൻ്റെ സുഹൃത്തിൻ്റെ കണ്ണീരൊപ്പുക എന്നിങ്ങനെ പഠിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അനവധിയാണ്. സമൂഹത്തിൽ നടമാടുന്ന ദുരാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയും അവയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി വിദ്യാർത്ഥിയിലുണ്ടായിരിക്കണം. നീതിക്കു വേണ്ടി നിലകൊള്ളുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനം. തിന്മ കണ്ടാൽ നിനക്ക് സാധ്യമല്ലെങ്കിൽ നിന്റെ കൈകൊണ്ട് തടുക്കുക, അതിനും കൈയില്ലെങ്കിൽ നിന്റെ നാക്കുകൊണ്ട് എതിർക്കുക, അതിനും പറ്റിയില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ട് വിയോജിപ്പ് കാണിക്കുക എന്ന തിരുനബി വചനം വിദ്യാർത്ഥി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. വിദ്യാഭ്യാസം നേടുക എന്നത് സ്ത്രീ പുരുഷ ഭേദമന്യൂ എല്ലാവർക്കും നിർബന്ധ ബാധ്യതയുള്ളതാണെന്ന് വിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നു. പഠിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അറിവ് പ്രചരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ മുഖമുദ്ര. പഠിച്ചത് പ്രവർത്തിക്കാത്ത കേവലം ഉപദേശികളായി മാറുന്ന ആളുകളെ അതിഭയാനകരമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. വിജ്ഞാനം മൂടിവെക്കുന്നത് മഹാബാധകമാണ്. അറിവും നിറിവും പൗരത്വബോധ്യവും മനുഷ്യത്വവും ആർജിക്കുമ്പോഴാണ് ഒരാൾ മൂല്യബോധ്യമുള്ള പൂർണ്ണ മനുഷ്യരാകുന്നത്. അതിന് ക്ലാസ് മുറികൾ കേവലം വിജ്ഞാന കൈമാറ്റ കേന്ദ്രങ്ങൾ, ചർച്ചകളുടെയും സംവാദനങ്ങളുടെയും കേന്ദ്രങ്ങളായി മാറണം. ഇടപെടലുകളിലൂടെ സദാ വിനയം ഉണ്ടായിരിക്കണം. അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ.
നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിപ്പിക്കുന്നതും പണ്ഡിതന്റെ കർത്തവ്യവും വിശുദ്ധ ഖുർആൻ ഏറെ മഹത്വം കൽപ്പിച്ച കാര്യവുമാണ്. വിശുദ്ധ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന നിന്നെ സൃഷ്ടിച്ച ലോകരക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ വചനം നമുക്ക് പ്രചോദനമാവട്ടെ എന്നു മാത്രം ഉണർത്തി വാക്കുകൾ ചുരുക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.